നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു വലിയ ട്രിപ്പ് പോയതോ അല്ലെങ്കിൽ കല്യാണ ഫോട്ടോയുടെയോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെയോ ഒക്കെ റീലോ വീഡിയോയോ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെയൊന്നും ഇല്ലാത്ത എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പം തന്നെ നിങ്ങളുടെ മനസ്സ് ഒരു കളി തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതം മോശമായതുകൊണ്ടല്ല ഇങ്ങനെ തോന്നുന്നത്. ഇത് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്. ഇതിനെ സൈക്കോളജിയിൽ ദ സോഷ്യൽ കമ്പാരിസൺ തിയറി എന്ന് പറയും. നമ്മൾ എപ്പോഴും നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകളെ നോക്കും. അവർക്ക് കിട്ടിയത് നമുക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ മാത്രമാണ്. യാത്ര പോയ നിമിഷം, പുതിയ സാധനം വാങ്ങിയ നിമിഷം, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന നിമിഷം, അത് മാത്രമേ അവർ കാണിക്കൂ. എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ നോക്കും. നമുക്കുള്ള ബുദ്ധിമുട്ടുകളും കുറവുകളും ഒക്കെ ഓർത്തിട്ട് അവരുടെ നല്ല നിമിഷങ്ങളോടൊപ്പം വെച്ച് ഇങ്ങനെ ഒരു ത്രാസിൽ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും. അപ്പോഴാണ് നമുക്ക് എൻ്റെ ജീവിതം വേണ്ട പോലെയല്ല എന്നൊരു തോന്നൽ വരുന്നത്. സത്യത്തിൽ ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണെന്ന് വെച്ചാൽ, ആരും അവരവരുടെ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല. അവർ കാണിക്കുന്ന ആ ജീവിതം അവരുടെ മുഴുവൻ ജീവിതവും അല്ല, അതൊരു ചെറിയ ഭാഗം മാത്രമാണ്. നിങ്ങൾ കാണുന്നത് ഒരു മൂവി ട്രെയിലർ പോലെയാണ്, പക്ഷെ കമ്പയർ ചെയ്യുന്നതോ നിങ്ങളുടെ ഫുള്ള് സിനിമ വെച്ചിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആണെന്ന്. സോ എപ്പോഴും ഒരു കാര്യം ഫിക്സ് ആയിട്ട് ഓർക്കുക, ഡോണ്ട് കമ്പയർ യുവർ റിയൽ ലൈഫ് വിത്ത് സംവൺ എൽസ് എഡിറ്റഡ് ലൈഫ്. നിങ്ങളുടെ പ്രോഗ്രസ്, നിങ്ങളുടെ ജേണി, നിങ്ങളുടെ പേസ് അതൊക്കെ യുണീക്കാണ്. നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയതിനേക്കാൾ ബെറ്റർ ആണ് നിങ്ങളുടെ ഇന്നെങ്കിൽ നിങ്ങൾ ഓൾറെഡി വിന്നിങ് ആണ്. അടുത്ത തവണ നിങ്ങൾ ഫോൺ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഇതുപോലുള്ള മറ്റുള്ളവരുടെ സന്തോഷവും അവരുടെ പ്രോഗ്രസ്സും ഗ്രോത്തും ഒക്കെ വീഡിയോ രൂപത്തിൽ കണ്ടിട്ട് സങ്കടം തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് പോവുക. അപ്പം ഇതുപോലുള്ള രസകരമായ ഫൺ ഫാക്റ്റുകൾക്കും സൈക്കോളജിക്കൽ ഫാക്റ്റുകൾക്കും ആയിട്ട് നമ്മളെ ഫോളോ ചെയ്ത് കൂടെ കൂടുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.